ഒന്ന് രണ്ട് കാര്യങ്ങൾ ഷാരൺ കുമാർ. ഒന്ന്, ഇപ്പോൾ കേന്ദ്രത്തിന് ഒരു മെമ്മോറാണ്ടം കൊടുക്കുന്നു. ഓക്കെ, ആ മെമ്മോറാണ്ടം എന്തിനാണ് ഹൈക്കോടതിയിൽ കൊടുക്കുന്നത്? അവിടെ കൃത്യമായ വസ്തുത എന്താണെന്ന് ബോധിപ്പിച്ചാൽ മതിയല്ലോ, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ മൃതശരീരത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. 395 മൃതശരീരത്തിന്റെ കണക്കാണുള്ളത്. 2,76,75,000 ചെലവായി കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മൗലികമായി കാണേണ്ട ഒരു കാര്യം, മൃതദേഹങ്ങളെല്ലാം ഈ സർക്കാർ സംവിധാനം വഴിയല്ല മറവ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രഫുൽ അതിന് കണക്ക് പറയുകയുണ്ടായി. വളരെ കുറച്ച് മൃതദേഹങ്ങൾ മാത്രമേ, അതായത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള ആ തരത്തിലുള്ള മൃതദേഹങ്ങൾ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ബാക്കി വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ആംബുലൻസും പിന്നെ വളരെ ചെറിയൊരു തുകയും മാത്രമാണ് ആ ഘട്ടത്തിൽ കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ ഒരു മൃതദേഹം മറവ് ചെയ്യാൻ വേണ്ടി ബന്ധുക്കൾക്ക് അതല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് വേറെ വലിയ തുകയൊന്നും സർക്കാർ കൊടുത്തിട്ടില്ല. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. മൃതദേഹം ഖബറടക്കുന്നതിനോ മൃതദേഹം സംസ്കരിക്കുന്നതിനോ അടക്കം ഇപ്പൊ പറയുന്നതിന്റെ 1/5 പോലും തുക ചെലവായിട്ടില്ല. ബാക്കി ഇവിടെ സൂചിപ്പിച്ച ഭക്ഷണം, വെള്ളം, ട്രാൻസ്പോർട്ടേഷൻ, ഈ ഹെഡുകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കണക്കിൽ ഒരു വസ്തുതയുമില്ല. അതിന് എസ്റ്റിമേറ്റ് ആയാലും അല്ലെങ്കിലും ഒരു വസ്തുതയില്ല എന്ന് വ്യക്തമായിരിക്കെ കോടതിയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കണക്ക് കൊടുത്തത് എന്നുള്ളതിന് നിങ്ങൾ സമാധാനം പറയണ്ടേ? മിസ്റ്റർ അഭിലാഷ്, ഞാൻ ആദ്യം നിങ്ങളോട് 1 മിനിറ്റ് ചോദിച്ചത് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടായിരുന്നു. അന്നേരം അനുവദിച്ചില്ല. കാരണം താങ്കൾ BJP പ്രതിനിധിയോട് ചോദിച്ചത് ഈ ദുരന്തം നടന്ന് 2 മാസമായിട്ടും പ്രധാനമന്ത്രി വന്ന് നേരിട്ട് ഈ സംഭവ വികാസങ്ങളെല്ലാം കണ്ട്, ദുരന്ത മേഖലയും ദുരിതാശ്വാസ ക്യാമ്പും ഒക്കെ കണ്ട് കുട്ടികളെയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് പോയിട്ട് 35 ദിവസമായി. എന്നിട്ട് എന്തിയെ കേരളത്തിന് വേണ്ടി ഒന്നും കൊടുക്കാത്തെന്ന ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. വളരെ വിശാലമായി വിപുലമായി അദ്ദേഹം പ്രസംഗിച്ചു. പക്ഷെ അതിന് മാത്രം ഉത്തരം പറഞ്ഞില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു കൃത്യമായിട്ടുള്ള ഈ മെമ്മോറാണ്ടം കിട്ടിയില്ല, റെപ്രസെന്റേഷൻ കിട്ടിയില്ല. ഇവിടെ ദുരന്തമുണ്ടായതിനു ശേഷമാണ് ത്രിപുരയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത്. ആ ത്രിപുരയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി 12 പേർ മരിച്ച അന്ന് തന്നെ 40 കോടി രൂപ ത്രിപുരയ്ക്ക് അനുവദിച്ചു. എന്ത് നിവേദനം കിട്ടിയിട്ടാ, എന്ത് കണക്ക് കിട്ടിയിട്ടാ, എന്ത് ബില്ല് കിട്ടിയിട്ടാ ത്രിപുരയ്ക്ക് കൊടുത്തേ? ത്രിപുരയ്ക്ക് കൊടുക്കണം, ഞങ്ങൾ കൊടുക്കുന്നതിന് വിരോധമില്ല. പക്ഷെ കേരളത്തിലുള്ളതും ജനങ്ങളാണെന്ന് ബോധ്യപ്പെടണല്ലോ, ജനങ്ങളാണെന്ന് മനസ്സിലാക്കണല്ലോ. അല്ല, നിങ്ങൾ അല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ ഈ ശബ്ദം ഒച്ചപ്പാടുണ്ടാക്കി ജനങ്ങൾ ഇത് കേൾക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കും. അതായത് ആ പ്രളയമുണ്ടായി അന്ന് തന്നെ അല്ല, ഞാൻ പറയട്ടെ, പ്രളയമുണ്ടായി ഇത് കേൾക്കാൻ മനസ്സ് കാണിക്ക്. അതായത് അല്ല, നിങ്ങൾ കേക്ക്, ഈ ത്രിപുര എന്ത് കണക്ക് തന്നിട്ടാണ് നിങ്ങൾ അന്ന് ദിവസം പ്രളയമുണ്ടായ അന്ന് തന്നെ എന്ത് കണക്ക് കിട്ടിയിട്ടാണ് നിങ്ങൾ അവിടെ 40 കോടി രൂപ കൊടുത്തത്? ആന്ധ്രയിലും തെലങ്കാനയിലും പ്രളയമുണ്ടായ അന്ന് മുഖ്യമന്ത്രി ഇതുവരെ ആരോപണം പറഞ്ഞിട്ടില്ല. 3448 കോടി ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും കൊടുത്തത്. അവിടെ ഒരു കണക്കുണ്ടായിരുന്നില്ല. അതായത് ഇത് ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു ഫണ്ട് തന്നെ ഉണ്ടല്ലോ. ഏതെങ്കിലും തരത്തിൽ പ്രകൃതി ദുരന്തം ഉണ്ടായാൽ അത് അലോട്ട് ചെയ്യും. കണക്കും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെയാണ്. എന്തുകൊണ്ട് കേരളത്തോട് മാത്രം ഈ അവഗണന കാണിക്കുന്നു എന്ന ചോദ്യം നിങ്ങൾ BJP പ്രതിനിധിയോട് ചോദിച്ചു, കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ചു, മിസ്റ്റർ ഹരിദാസിനോട് ചോദിച്ചു. ഇവരാരും ഇത് അഡ്രസ് ചെയ്യുന്നില്ല. കാരണം ഒരു മാധ്യമങ്ങളും ഈ വിഷയം കേന്ദ്രമന്ത്രിമാരോടോ MP-മാരോടോ ചോദിക്കുന്നില്ല. കാരണം സുരേഷ് ഗോപിയോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അത് വേറൊരു വിഷയമാണ്. കേരളത്തെ സഹായിക്കുന്നില്ല എന്നുള്ള പ്രശ്നം നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ എന്റെ മൗലികമായ ചോദ്യം, ശ്രീ അരുൺകുമാർ, ശരി ആയിക്കൊള്ളട്ടെ, പക്ഷെ എന്തിനാണ് പെരുപ്പിച്ച ഒരു കണക്ക് ഹൈക്കോടതിയിൽ കൊടുക്കുന്നതിന്റെ സാങ്കത്യം എന്താണ്?